മുന്നണി മാറ്റ ചർച്ചകൾ നടന്നത് ദുബായിൽ നിന്ന് സൂചന. ജോസ് വിഭാഗത്തിന് 9 സീറ്റുകളും ജോസഫ് വിഭാഗത്തിന് 6 സീറ്റുകളും. പാല ജോസ് കെ മാണിക്കെന്നും സൂചന. കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്ക് ഉറപ്പ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ്. ജോസിനോ കാപ്പനോ വേണ്ടി തിരുവമ്പാടി വിട്ടുകൊടുക്കാൻ ലീഗ്. ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പ് മറികടന്ന് തീരുമാനം. മുന്നണി മാറ്റം ഉറപ്പായതോടെ LDFന്റെ ജാഥ അനിശ്ചിതത്വത്തിൽ. മധ്യമേഖലാ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്നത് ജോസ് കെ മാണിയെ. പുതിയ സാഹചര്യത്തിൽ ക്യാപ്റ്റനായിരുന്നതിൽ ആശയക്കുഴപ്പം. ക്രിമിനൽ അവതാരത്തിന്റെ പുതിയ മുഖം പുറത്തുവിട്ട് ന്യൂസ് 18. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ അടുത്ത തട്ടിപ്പുമായി രംഗത്ത്. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം. മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975 സ്ഥാപിതമായ NGO. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറല്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. CSR ഫണ്ട് തട്ടിപ്പ് വഴി ബിജു പണിതത് വൻ സാമ്രാജ്യം. ഇരകളെ വീഴ്ത്താൻ ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജോ പൗലോസ് എന്നിങ്ങനെ പല പേരുകൾ. വാർത്തയ്ക്ക് പിന്നാലെ ഓഫീസ് പൂട്ടി മുങ്ങി സംഘം. ദ്വാരപാലക കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം. അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. ജാമ്യാപേക്ഷ 19 പരിഗണിക്കും. A. പത്മകുമാർ വീണ്ടും റിമാൻഡിൽ.